ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. പട്ടുറുമാൽ പാർട്ട് 11. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അന്ന് തന്നെ തൈക്കാട്ടേക്ക് പോയി. അയാൾ മൊഴി ചൊല്ലാൻ മടിക്കാത്തവനാണ്. എങ്ങനെ എനിക്ക് തോന്നി. അത് ചെയ്യും മുമ്പേ ചെന്നേ തീരൂ. കാരണം എൻ്റെ ഉദരത്തിൽ അയാളുടെ മുള പൊന്തിയിരിക്കുന്നു. ആ കുഞ്ഞിന് ബാപ്പ കൂടിയേ തീരൂ. ആ കുഞ്ഞിന് വേണ്ടി ഞാൻ സഹിച്ചേ മതിയാകൂ. ഒരുപാട് സഹിച്ചേ മതിയാവൂ. ആ ബോധ്യത്തോടെയാണ് ഞാൻ ആ വീട്ടിലേക്ക് ചെന്നത്. അയാൾ ജോലിക്ക് പോയി കഴിഞ്ഞിരുന്നു. ഉമ്മ കറുത്ത മുഖത്തോടെയാണ് എന്നെ സ്വീകരിച്ചത്. ഒരു വാക്ക് പോലും ആ ഉമ്മയോട് പറയാതെ ഞാൻ സ്വന്തം വീട്ടിൽ പോയില്ലേ. 2 ആഴ്ചയിലധികം വീട്ടിൽ നിന്നില്ലേ. അതിൻ്റെ പരിഭവം. ഇവിടെ വന്ന് ഉമ്മയോട് യാത്ര പറഞ്ഞു പോകാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല ഉമ്മ. ഞാൻ ക്ഷമാപണം ചെയ്തു. കാരണം ആ ഉമ്മ പാവമാണെന്ന് എനിക്കറിയാം. സാധാരണ അമ്മായിയമ്മമാരെ പോലല്ല. എന്നാ പറ്റി നിനക്ക് ഇത്ര വിഷമം വരാൻ? ഞാൻ വല്ലതും ചെയ്തോ? അവർ പരിഭവിച്ചു. ഉമ്മയൊന്നും ചെയ്തില്ല. പക്ഷേ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഉമ്മയെ അത് തന്നെ ചെയ്യുമായിരുന്നു. ഉമ്മ എന്നെ നോക്കി. എന്താ ഇത്ര വലിയ കാര്യം? ഉമ്മാടെ മകൻ ആ കമ്പനിയിലെ വെറും തൊഴിലാളിയല്ലേ ഉമ്മ? അതെ, അതിനിപ്പോൾ എന്താ? അവിടുത്തെ മാനേജറാണെന്ന് കള്ളം പറഞ്ഞാണ് എന്നെ നിക്കാഹ് ചെയ്തതെന്ന് ഉമ്മയ്ക്കറിയില്ലേ? എൻ്റെ റബ്ബേ, എന്താണ് ഈ കേൾക്കണേ? ഉമ്മ തലയിൽ കൈവച്ചു. മാനേജരാന്ന് കള്ളം പറഞ്ഞോ? ആ പടുക്കുരുപ്പ്. അതും അതിലപ്പുറവും ചെയ്യുന്നവനാ ഹറാം പറഞ്ഞവൻ. എൻ്റെ വയറ്റ് കുരുത്തു പോയല്ലോ ഇലാഹി, ഇത്തറിൻ്റെ ഒരു മഹാപാപി. ഉമ്മ ആകെ വിഷമിച്ചു പോയി. അവർ എൻ്റെ തോളത്ത് കൈവച്ച് നിസ്സഹായതയോടെ നോക്കി. ഞാനിപ്പോൾ എന്താ പെണ്ണെ ചെയ്യണ്ടേ? ആ ഉമ്മയുടെ വിഷമം കണ്ടപ്പോൾ സത്യത്തിൽ എനിക്കും വന്നു സങ്കടം. ഞാൻ 2 ആഴ്ചയായുള്ളൂ ഉമ്മ സത്യം അറിഞ്ഞിട്ട്. ഞാൻ നേരിട്ട് കണ്ടു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ഉമ്മാടെ അടുത്തേക്ക് പോയത് അതുകൊണ്ടാ. ഇവനെപ്പോലൊരുത്തൻ്റെ കൂടെ നിന്നെപ്പോലൊരു ഉദ്യോഗസ്ഥ എങ്ങനെ ഇവിടെ വന്നുവെന്ന് ഞാൻ ഒരുപാടൊക്കെ ആലോചിച്ച്. നിക്കാഹ് ഉറപ്പിക്കുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, കള്ളക്കഴിവേറി വല്ലതും വിട്ടു പറയുമോ? നിനക്കും വീട്ടുകാർക്കും സമ്മതാന്ന് തന്നെ അവൻ പറഞ്ഞു. ആ ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ തേങ്ങി പൊട്ടിപ്പോയി. അവിടെ വന്നു ഇക്ക. ഞാൻ തുടർന്നു. കൂടെ വന്നില്ലെങ്കിൽ മൊഴി ചൊല്ലുമെന്ന് പറഞ്ഞു. ഉമ്മ എന്നെ സഹതാപത്തോടെ നോക്കി. പക്ഷേങ്കിൽ എനിക്കതും വയ്യ. ഇക്കാടെ കുഞ്ഞ് ഞാൻ എൻ്റെ വയറിന്മേൽ ഒന്ന് തൊട്ടു. ഉമ്മായിക്ക് കാര്യം മനസ്സിലായി. ആ മുഖം തെളിഞ്ഞു. നേരോ? നിനക്ക് പള്ളേലുണ്ടോ? അവർ ചിരിയോടെ എൻ്റെ വയറിന്മേൽ കൈത്തലം വെച്ചു. പടച്ചോൻ കാത്തു. ഇതറിയുമ്പോൾ അവൻ സന്തോഷിക്കും. അവൻ്റെ ഇടങ്ങേറൊക്കെ നിൽക്കും. ഒരു കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ ഏത് തന്തയാ ചൊവ്വാകാണ്ടിരിക്കുന്നത്? എന്താണുമ്മ അങ്ങനെ പറഞ്ഞത്? കാഷ്വൽ ലേബർ ആണെന്നൊഴിച്ചാൽ എന്ത് ചൊവ്വുകേടാണ് ഇക്കായ്ക്കുള്ളത്? എന്താണുമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ ചോദിച്ചു. ഉമ്മ ഒന്ന് വിളറി. ഒന്നുമില്ല പെണ്ണേ, അവൻ്റെ ഈ ശുണ്ടിത്തരവും ചൊവ്വില്ലാഴികയും ഒക്കെ തീരുമെന്നാ ഞാൻ പറഞ്ഞേ. അവർ എന്നെ അകത്തേക്ക് നയിച്ചു. വൈകുന്നേരം ഇക്കാടെ അനുജൻ മെഹബൂബ് വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, എടാ മെഹബൂബേ, അന്നേ കൊച്ചാപ്പാന്ന് വിളിക്കാൻ ഒരു പുള്ള പറക്കാൻ പോവോ ഇവിടെ? നമ്മുടെ ആസ്യയ്ക്ക് പള്ളയിലുണ്ട്. നേരെ ആസ്യാത്തേ, മെഹബൂബ് ചിരിയോടെ പറഞ്ഞു. ഭാവിയിൽ കൊച്ചപ്പയാകാൻ പോണേന് ഇപ്പോഴേ ചെലവ് ചെയ്തേക്കാം. എന്താ വേണ്ടതെന്ന് ആഗ്രഹം പറഞ്ഞാൽ ഉടനെ വാങ്ങിത്തരുന്നതാണ്. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. വൈകിട്ട് സമ്മതിക്ക വന്നു. എന്താ പോന്നത്? എന്നെ കണ്ടതോടെ ആൾ പൂർവാധികം ഗൗരവത്തിലായി. ഞാൻ കഴിയുന്നത്ര തെളിഞ്ഞ മുഖത്തോടെ എൻ്റെ കുഞ്ഞിൻ്റെ ബാപ്പയാകാൻ പോകുന്ന എന്ന നിലയിൽ തന്നെ ആത്മാർത്ഥതയോടെയാണ് അടുത്ത് എന്നത്. നിന്റെ അമ്മയും നീയും കൂടി എന്നെ ആട്ടിയിറക്കിയില്ലേ? സമ്മതിക്ക ഗൗരവത്തിലാണ്. എന്നോട് കാട്ടിയ വഞ്ചന ഓർത്താൽ ഇക്ക ഇടയ്ക്ക് കയറി. എന്ത് വഞ്ചനയാടി? ഞാൻ എന്ത് ചെയ്യുന്നെന്ന്? എൻ്റെ പണി എന്ത് എന്ന് അന്വേഷിക്കേണ്ടിയിരുന്നത് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കും മുമ്പാണ്, ഇപ്പോഴല്ല. ആരെങ്കിലും അന്ന് നിന്നെ വിലക്കിയോ? എനിക്ക് മറുപടിയില്ല. അപ്പോൾ ആണായിട്ടൊരുത്തനെ കിട്ടിയാൽ മതിയായിരുന്നു അന്ന് നിനക്കും നിന്റെ ഉമ്മായിക്കും. എന്നിട്ടിപ്പോൾ കിള്ളി കിഴിച്ച് വേറെ അന്വേഷിക്കുന്നത് എന്തിനാടി? എനിക്ക് സങ്കടം വന്നു. ഫാനിൻ്റെ കീഴെ കസേര പുറത്തിരുന്നുള്ള പണി അല്ലെങ്കിൽ എന്താ? നീ മാസാമാസം എണ്ണി മേടിക്കുന്നത് പോലെ അച്ചും പുള്ളിയുമുള്ള നോട്ട് തന്നെയാണ് ഞാനും മേടിക്കുന്നത്. പിന്നെന്താടി, ഞാനും ആണ് തന്നെയാ. അതാണല്ലോ നിന്റെ വയറ്റിൽ കൊച്ചുണ്ടായതും. എന്തൊരു ഭാഷാപ്രയോഗങ്ങൾ! ഞാൻ മുഖമുയർത്തി. എങ്ങനെ അറിഞ്ഞു? വന്ന പാടെ ഉമ്മ പറഞ്ഞിരിക്കും. എങ്കിലും ഇതറിഞ്ഞിട്ടും എന്നെ ഇങ്ങനെ ശകാരിക്കാനും കുറ്റപ്പെടുത്താനും തോന്നിയല്ലോ. എനിക്ക് പൂർവാധികം സങ്കടം വന്നു. ഒരു കാര്യം ഓർത്താ കൊള്ളാം, ഇക്ക പറഞ്ഞു. എന്നോട് മര്യാദ കാട്ടിയാൽ ഞാനും മര്യാദ കാട്ടും. അല്ലാതെ വന്നാൽ ഞാൻ അസ്സൽ ഇബിലീസാ, അതോർത്തോ. ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ തന്നെ തറഞ്ഞു.
നിക്കാഹ് കഴിഞ്ഞു, ഞാൻ ഗർഭിണിയുമായി. ഇനിയിപ്പോ ആളിന്റെ ജോലി എന്ത്, പദവി എന്ത് എന്ന് നോക്കി വിരോധിച്ചിട്ടോ വിലപിച്ചിട്ടോ എന്ത് കാര്യം? പറ്റിയത് പറ്റിപ്പോയില്ലേ. ഇനി അത് എത്ര ശ്രമിച്ചാലും തിരുത്താനുമാവില്ല. കഴിയുന്നത്ര സ്നേഹപൂർവ്വം പെരുമാറുക, മറ്റെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുക. ഒരു കച്ചവടം തുടങ്ങിയാലും മതി. ബേക്കറി കടയോ നല്ല പലചരക്ക് കടയോ ഒക്കെ ആകാമല്ലോ. ചുമടെടുക്കുന്നതിലും നല്ലതല്ലേ, പണവും ഉണ്ടാക്കാം. പറയുന്നതിനും ഒരു ഗമയുണ്ട്. ഞാൻ കൂടെ വിചാരിച്ചാൽ അതൊക്കെ സാധിക്കും. കുറേ ആഭരണങ്ങളുണ്ടല്ലോ, തൽക്കാലം അതൊക്കെ എടുക്കാം. വിവാഹം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായൊരു കാര്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അകപ്പെട്ടു പോയാൽ ഒരിക്കലും പൊട്ടിച്ചെറിയാനാവാത്തൊരു ബന്ധം തന്നെ. എത്ര മൊഴി ചൊല്ലിയാലും ബന്ധം ബന്ധം തന്നെ, ഓടിപ്പോകാനാകില്ല. അതുകൊണ്ട് തന്നെ ബന്ധം വേർപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. എനിക്ക് വിധിക്കപ്പെട്ടതാണിത്. സഹനശക്തിയോടെ ക്ഷമയോടെ ഞാൻ അതിനെ നേരിട്ടേ മതിയാകൂ. ഞാൻ ആവുന്നത്ര സ്നേഹത്തോടെ തന്നെ അങ്ങോട്ട് പെരുമാറി. വീണ്ടും ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. എൻ്റെ സീറ്റിൽ ഞാനിരുന്നു, ആർക്കും മുഖം കൊടുക്കാനാവാതെ. എല്ലാവരുടെയും നോട്ടം കുറ്റപ്പെടുത്തലിൻ്റെയും സഹതാപത്തിൻ്റെയുമായിരുന്നു. നിങ്ങളെ ഞാൻ തള്ളിപ്പറഞ്ഞതിലുള്ള കുറ്റപ്പെടുത്തലുകൾ. ഇത്തരമൊരു വിഷമവൃത്തത്തിൽ അകപ്പെട്ടു പോയതിനാൽ സഹതാപവും. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എൻ്റെ ഉമ്മ എന്നെ ഉപദേശിച്ചു. കൂലിപ്പണിയാണെന്നുള്ളതല്ലേ നമുക്ക് നാണക്കേട്. അവനോട് വല്ല ബിസിനസ്സും ചെയ്യാൻ പറയൂ. നല്ല നിലയിലൊരു കച്ചവടം തുടങ്ങിയാലും മതിയല്ലോ. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാൻ ആ കാര്യം ഇക്കയോട് പറഞ്ഞു. ഇക്കയ്ക്ക് സമ്മതമായി. പണത്തിൻ്റെ പ്രശ്നം വന്നു. ഞാൻ അതിനും വഴിയുണ്ടാക്കി. എൻ്റെ PF ഉണ്ടായിരുന്ന തുകയെടുത്തു. ബാക്കിക്ക് എൻ്റെ ആഭരണങ്ങളും എടുത്തു നൽകി. ആഭരണങ്ങൾ പണയം വെച്ച് പോരാത്ത തുക ഉണ്ടാക്കാം. കച്ചവടം മെച്ചപ്പെടുമ്പോൾ ആഭരണങ്ങൾ എടുപ്പിച്ചാൽ മതിയല്ലോ. ഇക്ക അത് സമ്മതിച്ചു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇക്ക കടയിട്ടില്ല. ഞാൻ കൊടുത്ത രൂപയെക്കുറിച്ചോ ആഭരണങ്ങളെക്കുറിച്ചോ ചോദിച്ചാൽ ഇങ്ങോട്ട് തട്ടിക്കയറും. ഒരു ദിവസം ആ ബഹളം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മെഹബൂബും ഉമ്മയും എന്നെ വിളിച്ച് കാര്യം ചോദിച്ചു. ഞാൻ കാര്യം തുറന്നു പറഞ്ഞു. എൻ്റെ റബ്ബേ, നീ അവന് കാശും സ്വർണവും കൊടുത്തെന്നോ? ഉമ്മ തലയിൽ കൈവച്ചു. പടച്ച തമ്പുരാനെ, ഇവൻ്റെ തലയിൽ ഇടുത്തി വീഴണേ. ഉമ്മ പ്രാഗി. എന്താണ് ഉമ്മ ഇത്? എനിക്ക് വല്ലാത്ത ഈർഷ്യ തോന്നി. എന്താന്നോ? കൊടുക്കുമ്പോൾ ഒരു വാക്ക് എന്നോട് നിനക്ക് ചോദിക്കായിരുന്നില്ലേ പെണ്ണേ? ഉമ്മ വെപ്രാളത്തോടെ പറഞ്ഞു. ആസ്യാത്ത, ഞങ്ങളോട് പറയാതെ പണവും ആഭരണവും കൊടുക്കേണ്ടിയിരുന്നില്ല, മെഹബൂബും പറഞ്ഞു. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നല്ലൊരു കാര്യത്തിനല്ലേ? ഞാൻ തർക്കിച്ചു. നല്ല കാര്യം, ഉമ്മ പരിഹസിച്ചു. നീ കാത്തിരുന്നോ, അവൻ കടയിടും, നന്നാവുകയും ചെയ്യും, നിന്റെ ആഭരണവും കിട്ടും. നല്ലോണം കണ്ടേച്ചാണോ നീ അത് കൊടുത്തത്? ഞാൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. അവൻ്റെ കൂടെ ഉണ്ടൊരുത്തി, കുഞ്ഞമ്മ. ആണുങ്ങളെ വലവീശി പിടിക്കണ പിശാച്. അവൻ വേലയെടുക്കണ കാശ് മുഴുവൻ അവളാ മേടിക്കണേ. ഇപ്പോൾ നിന്റെ മാസ ശമ്പളവും അവൾ മേടിച്ചെടുക്കുക. അറിയാമോ? കൊടുക്കല്ലേന്ന് ഞാൻ പറഞ്ഞതല്ലേ. പണവും പൊന്നും അവൾ കൊണ്ടുപോയി കൊടുക്കും. നീ ഞൊട്ടുവേ ഉള്ളൂ. ഇടിവെട്ടേറ്റതുപോലെ മലച്ചു നിന്നുപോയി ഞാൻ. ജോലി കൂലിപ്പണിയാണെന്നത് ക്ഷമിക്കാം. എൻ്റെ ശമ്പളം പിടിച്ചു മേടിക്കുന്നതും സഹിക്കാം. പക്ഷെ അയാൾക്ക് വെപ്പാണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലോ? റബ്ബിൽ ആലമിനായ തമ്പുരാനെ, എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു. എന്നോട് പറയാതിരിക്കാൻ, എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ആ ഉമ്മയും മെഹബൂബും ഒരുപാട് ശ്രമിച്ചിട്ടും ഒടുവിൽ പറയേണ്ടതായി വന്ന കഴിക്കുന്ന സത്യം, എൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന്. നിക്കാഹിന് മുൻപ് തന്നെയുള്ള ബന്ധം, നിക്കാഹിന് ശേഷം പൂർവാധികം ദൃഢതയോടെ തുടരുന്ന ബന്ധം. ഒപ്പം പണിയെടുക്കുന്ന തൊഴിലാളി സ്ത്രീയാണ്. അവരുടെ കസ്റ്റഡിയിലാണ് പോലും സമ്മതിക്ക. ആസിയ, ഉമ്മ എന്നോട് പറഞ്ഞു. നീ വന്ന ദിവസം തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് എല്ലാം തുറന്നു പറയാൻ. പക്ഷേങ്കിൽ നിന്റെ സങ്കടം കാണാൻ വിഷമമായിട്ട് പറഞ്ഞില്ല. നിന്റെ പ്രായം കടന്നു വന്നോളാം ഞാൻ. കെട്ടിയോനെ കുറിച്ച് കേൾക്കുന്ന വാർത്ത ഏറ്റവും നല്ലതാകണേന്ന് ഓരോ പെണ്ണിൻ്റെയും കൽബ് കൊതിക്കണത് അമ്മയ്ക്കറിയാം. അതാ പറയാഞ്ഞത്. നിറഞ്ഞു തോകുന്ന മിഴികളോടെ ഞാൻ ഉമ്മായെ നോക്കി. നിക്കാഹ് കഴിക്കാൻ പോന്നവൻ പറഞ്ഞപ്പോൾ നന്നാകാൻ പോവുകയാണെന്ന് കരുതി സമ്മതിച്ചു. നിനക്ക് പള്ളയിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും അവൻ ചൊവ്വാകുമെന്ന് കരുതിപ്പോയി. ഇല്ല, അവൻ നന്നാവൂല. താനി പോത്തിൻ്റെ സന്തതിയാണവൻ. അവനെ പെറ്റുപോയത് എൻ്റെ ശാപം തന്നെ. എക്കാ വേല ചെയ്യണത് മുഴുവൻ ആ പിശാച് പറിച്ചെടുക്കും, മെഹബൂബ് പറഞ്ഞു. ഇപ്പം ഇരട്ടി കാശായി. ഇത്തയുടെ ശമ്പളം അവളുടെ കയ്യിലാ ചെല്ലുന്നേ. അവൾ അത്ര വലിയ കുഴിയിലാ എക്കെ വീഴ്ചേക്കണേ. ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ ഉമ്മായ്ക്ക് പോലും കൊടുക്കാതെ കണക്ക് പറഞ്ഞു വാങ്ങുന്ന പണം വെപ്പാട്ടിക്കോ? കാലണ അവൻ ചെലവിന് തരൂല. ഈ മെഹബൂബ് കാരണോ വീട്ടിൽ കഞ്ഞി വെച്ച് പോകണത്, ഉമ്മ പറഞ്ഞു. മുട്ടയെന്ന് വിരിഞ്ഞപ്പോഴേ തലതിരിഞ്ഞു പോയതവൻ.
ഇനി നന്നാകുമോന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഉമ്മ പറഞ്ഞു. വേലയെടുത്ത 10 പൈസ വീട്ടിലെത്തിക്കൂല. എല്ലാം കൊണ്ട് നടന്നു തിന്നും. ബാക്കി പെണ്ണുങ്ങൾക്കും കൊടുക്കും. ഒന്നല്ല, എത്ര പെണ്ണുങ്ങളെ കഴിഞ്ഞിട്ടാ ഇപ്പോഴൊരുത്തി കൂച്ചു വിലങ്ങിട്ടിരിക്കുന്നത് അവനെ. എൻ്റെ പടച്ചോനെ, എനിക്കറിയത്തില്ല. മരവിച്ച് നിൽക്കുകയാണ് ഞാൻ. ആനക്കിടുന്ന ചങ്ങലയോ വടമോ കിട്ടുമെങ്കിൽ ഇത്താ പരിശ്രമിച്ചു നോക്കൂ. ഇക്കയെ തളയ്ക്കാനാവുമോന്നും. ഞങ്ങൾ മടുത്തു കഴിഞ്ഞതാണ്. ഇക്കയെ തളച്ചാൽ തീർച്ച ആ കുഞ്ഞമ്മ ഒതുക്കണ കാര്യം ഞാൻ ഏറ്റു, മെഹബൂബ് പറഞ്ഞു. ഇക്ക വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ കുഞ്ഞമ്മ എന്ന വെപ്പാട്ടിയെക്കുറിച്ച് ചോദിച്ചു. അവൾ വെപ്പാട്ടിയല്ല, ഇക്ക ശക്തമായി തന്നെ പറഞ്ഞു, ഒരു ചഞ്ചലിപ്പും കൂടാതെ. അവൾ എൻ്റെ ഭാര്യ. അപ്പോൾ ഞാനോ ആണ് വെപ്പാട്ടി. നീയാണ് പല പുരുഷന്മാരോടൊപ്പം കഴിയുന്നവൾ. എൻ്റെ റബ്ബേ, ഞാൻ നെഞ്ചിൽ കൈവച്ച് മിഴിച്ചു നിന്നു. എന്താണ് ഈ പറഞ്ഞത്? എന്താണോ? ഞാൻ അറിയത്തില്ലെന്ന് കരുതിയോടി. നിന്റെ ഓഫീസിൽ ഒരുത്തനുമായിട്ടല്ലായിരുന്നോടി നിന്റെ ഇടപാട്? ഞാൻ അറിഞ്ഞടി, വഹാബ്. അവനെ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ വെട്ടി തുണ്ടമാക്കും ഞാൻ. അവൻ്റെ കൊച്ചിനെ തന്തയായിട്ടല്ലയോടി ഞാനിപ്പോൾ കഴിഞ്ഞത്. അത് നിനക്കറിയാമോടി? വഹാബ്. അതെ, നിങ്ങളുടെ പേര് അന്നു മുതൽ എൻ്റെ ചെവിക്കുള്ളിൽ ഏതു സമയത്തും മുഴങ്ങാൻ തുടങ്ങി. അയാളുടെ ധാരണ തെറ്റാണെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ഇല്ല, അയാൾ വിശ്വസിച്ചില്ല. ക്രമേണ ഞാൻ നടപടി ദൂഷ്യക്കാരിയാണെന്നും എൻ്റെ ഗർഭം ഇക്കേടതല്ലെന്നും ഉമ്മയും മെഹബൂബും അറിഞ്ഞു. അതോടെ എന്നോട് അവർക്ക് ഈർഷ്യയായി. ചക്കയ്ക്ക് ചേരുന്ന ചങ്കരൻ ഉമ്മ പിറുപിറുത്തു. ചുമ്മാണ്ടല്ല ഇവൻ്റെ തലയിൽ വന്ന് കയറിയത്. ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുന്ന വഴി ചന്തയിൽ നിന്ന് ലേശം പച്ചക്കറി വാങ്ങി സഞ്ചിയിലാക്കി മെയിൻ റോഡിലേക്ക് വരികയായിരുന്നു ഞാൻ. എൻ്റെ കൂടെ സഹപ്രവർത്തക ഉഷയുമുണ്ട്. പെട്ടെന്ന് ഞാൻ നിന്നുപോയി. എതിരെയുള്ള സിനിമാ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരുന്ന 2 പേർ, സമതിക്കയും കൂടെ ഒരു സ്ത്രീയും. ഇരുവരും വന്ന് ഒരു ഓട്ടോറിക്ഷയിലേക്ക് കയറാൻ ഒരുങ്ങുകയാണ്. പിടച്ചിലോടെ ഞാൻ കണ്ടു അവളുടെ കഴുത്തിലും കൈത്തണ്ടമേലും എൻ്റെ ആലിൽ നെക്ലസും മാങ്ങാമാലയും വളകളും. ഒരു കുതിപ്പ്. എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ ഞാൻ പാഞ്ഞു ചെന്ന് അവളുടെ കഴുത്തിലെ മാലയിന്മേൽ പിടുത്തമിട്ടു. അയ്യോ, ഓടി വരണേ, എൻ്റെ മാല പൊട്ടിക്കുന്നേ, അയ്യോ കള്ളി കള്ളി! ആ സ്ത്രീ ഉറക്കെ വിളിച്ചു കൂവി. ഒറ്റ നിമിഷം ആളുകൾ ഞങ്ങളെ പൊതിഞ്ഞു. ടൗണിൻ്റെ ഹൃദയഭാഗം, ചന്ത ആരംഭിക്കുന്ന സ്ഥലം, വൈകുന്നേരം, തിയേറ്റർ വിട്ട സമയം. ആള് കൂടുവാൻ ഇതിൽ പരം പറ്റിയ സ്ഥലമുണ്ടോ? പട്ടാപ്പകല മോഷണം, അതും ഒരു സ്ത്രീ. ഇവളാൾ മോശമല്ലല്ലോ. അവള് മാലയിൽ പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ബഹളം കെട്ട ആള് കൂടിയില്ലേ, അതാ. പലരും എനിക്ക് ചുറ്റും നിന്ന് പറഞ്ഞു. ജംഗ്ഷനിൽ നിന്നിരുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ ആളുകൾക്കിടയിലൂടെ എൻ്റെ അടുത്തെത്തി. ഞാൻ അപ്പോഴും മാലയിൽ നിന്ന് പിടിവിട്ടിരുന്നില്ല. ഒരു പ്രതിമ കണക്കെ നിൽക്കുകയാണ്. എടി വിടടി മാലയെന്ന്, കയ്യ്! കോൺസ്റ്റബിൾ തട്ടിക്കയറിയപ്പോൾ ഞാൻ കൈയെടുത്തു. അയാൾ എൻ്റെ മുടിയിൽ പിടുത്തമിട്ടു. പട്ടാ പകലാണോടി മാല പറിക്കാൻ നോക്കുന്നത്? ഞാൻ സമ്മതിക്കെ ഒന്ന് നോക്കി. ആ മുഖത്ത് രോഷം തിളയ്ക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ മാല പറിക്കാൻ നോക്കിയതല്ല, കോൺസ്റ്റബിളിനോട് ഉറച്ച ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു. പിന്നെന്താടി, മാലയെ തൊട്ടുമുത്താൻ നോക്കുമായിരുന്നോടി? കോൺസ്റ്റബിൾ പരിഹസിച്ചു. അല്ല, ഞാൻ പറഞ്ഞു. ഈ ആഭരണങ്ങൾ എൻ്റേതാണ്. ഈ നിൽക്കുന്നത് എൻ്റെ ഭർത്താവും. ഇവളേതാണെന്ന് എന്ന് മാത്രം എനിക്കറിയത്തില്ല. അതാണ് ഞാൻ ആ മാലയിൽ പിടിച്ചത്. എന്താടി ഭ്രാന്ത് പറയുന്നത്? കോൺസ്റ്റബിൾ എൻ്റെ പെടലിക്ക് കുത്തിപ്പിടിച്ചു. വീണ്ടും പരിഹസിച്ചു. ചുറ്റും കൂടിയവരും അപമാനത്തിൻ്റെ നീർക്കയത്തിലേക്ക് മുങ്ങി താഴുകയാണ് ഞാൻ. എന്നിട്ടും ഒരക്ഷരം പോലെ എനിക്ക് അനുകൂലമായി ശബ്ദിക്കാതെ എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ഭർത്താവിനെ, മനുഷ്യനെ നോക്കി ഞാൻ പറഞ്ഞു. അല്ലെന്നീ മനുഷ്യൻ പറയട്ടെ, എങ്കിൽ സാറിന് എന്നെ മോഷണക്കുറ്റത്തിന് കസ്റ്റഡിയിലെടുക്കാം. കോൺസ്റ്റബിൾ എൻ്റെ ശരീരത്തിൽ നിന്ന് കൈയെടുത്തു. സമ്മതിക്കയുടെ നേർക്ക് തിരിഞ്ഞു. സത്യമാണോടോ ഈ പെണ്ണുമ്പുള്ള പറഞ്ഞത്? അതെ, സമ്മതിച്ചു. ഒറ്റയടി. സമ്മതിക്കയുടെ കരണം തീർത്ത്. സമ്മതിക്ക കറങ്ങിപ്പോയി. റാസ്കൽ, ഇതാദ്യമേ പറയാൻ നിന്റെ വായിക്കാത്ത തന്നെ ഉരുട്ടി വെച്ചിരിക്കുകയായിരുന്നോടാ. സോറി സിസ്റ്റർ. കോൺസ്റ്റബിൾ എനിക്ക് നേരെ തിരിഞ്ഞു തൊഴുതു. അടുത്ത നിമിഷം ഞാൻ തിരിഞ്ഞ് ആദ്യം കണ്ട ഓട്ടോയിൽ കടന്നിരുന്നു. ഞാൻ വാങ്ങിയ സാധന സാമഗ്രികൾ വഴിയിൽ കിടക്കുന്നുണ്ടോ എന്നോ എന്നോടൊപ്പം അവിടെ വരെ ഉണ്ടായിരുന്ന ഉഷ എന്ത് ചെയ്യുന്നെന്നോ നോക്കാതെ ഞാൻ ആ ഓട്ടോറിക്ഷ പായിച്ചു വിടാനാണ് പറഞ്ഞത്. ഓട്ടോറിക്ഷയ്ക്ക് വേഗത പോരാ എന്ന് തോന്നി. പെരുവിരൽ മുതൽ പുകയുകയാണ് ഞാൻ. എൻ്റെ ആഭരണങ്ങൾ, ബാപ്പയുടെ മരണശേഷം കിട്ടിയ ജോലി, ആർഭാടങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം വീട്ടു ചെലവ് കഴിഞ്ഞ് ഞാനും ഉമ്മയും കൂടി മിച്ചം വെച്ചുണ്ടാക്കിയ ആഭരണങ്ങൾ, ഭർത്താവിൻ്റെ കൂലിപ്പണി നിർത്താനും മറ്റു ബിസിനസ് തുടങ്ങാനും ഞാൻ ഏൽപ്പിച്ച സ്വർണം, അത് പണയം വെച്ച് കടയ്ക്ക് അഡ്വാൻസ് കൊടുത്തെന്ന് കള്ളം പറഞ്ഞു.
പക്ഷേ ആ ആഭരണങ്ങൾ ഇപ്പോൾ ഏതോ ഒരുവളുടെ ശരീരത്തിന്റെ ഭാഗമായി കിടക്കുന്നു. ഏതാണവൾ? ആരാണവൾ? ഇന്നോളം എന്നെ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല. ഒരു സിനിമയെങ്കിലും കാണിച്ചിട്ടില്ല. ഓർത്തപ്പോൾ ഭ്രാന്ത് പിടിക്കുകയാണെന്ന് തോന്നിപ്പോയി. തൻ്റെ ഭർത്താവ്, തൻ്റെ വയറ്റിൽ കുരുത്ത കന്നിക്കുരുന്നിൻ്റെ ബാപ്പ, അതാ മറ്റൊരു സ്ത്രീയുമായി തിയേറ്ററിൽ നിന്ന് നേരെ തനിക്ക് മുൻപിൽ. ഹോ, തല പൊട്ടിപ്പിളരുന്ന വേദനയോടെയാണ് ഞാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയത്. തൊട്ടു പിന്നാലെ എത്തി മറ്റൊരു ഓട്ടോറിക്ഷ. അതിൽ നിന്ന് ഇക്കായും ഇറങ്ങി. വരാന്തയിലേക്ക് കയറുകയായിരുന്നു ഞാൻ. പിന്നിൽ നിന്ന് വലിച്ചു നിർത്തിയതും അടിച്ചതും ഒരുമിച്ചായിരുന്നു. എൻ്റെ കവിൾത്തടം പൊട്ടിപ്പിളരുന്നതായി തോന്നിപ്പോയി. കൊല്ലം നിന്നെ ഞാൻ. എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തൂണോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ മനുഷ്യൻ അലറി. എന്താടാ ഇത്? അടുക്കളയിൽ നിന്ന് ഉമ്മ പാഞ്ഞിറങ്ങി വന്നു. ഒരിക്കലും സ്വൈര്യതയില്ലല്ലോ റബ്ബേ ഈ വീട്ടില്. എൻ്റെ സ്വർണം മുഴുവൻ എടിവെച്ച് മറ്റൊരുത്തേം കൊണ്ട് സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടുമ്മ. ഞാൻ എങ്ങനെ സഹിക്കണമെന്ന് പറ. ഞാൻ പറഞ്ഞു. നീ ആ സ്വർണം മുഴുവൻ ആ തേവിടിച്ചിയുടെ നെഞ്ചത്ത് വെച്ചോടാ, ഉമ്മ ചോദിച്ചു. തള്ളെ, മിണ്ടാണ്ട് അകത്തു പോകുന്നുണ്ടോ? ഉമ്മയ്ക്ക് നേരെ ആ മനുഷ്യൻ ചീറി. നീ ഗുണം പിടിക്കാൻ പോകുന്നില്ലടാ പാടുക്കുരുപ്പേ, ഉമ്മ പ്രാഗി. അന്നത്തെ അടി പിന്നീടുണ്ടായ ദേഹോപദ്രവങ്ങളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു. സ്വതന്ത്രമായ ജീവിതത്തിനിടയിൽ ആ മനുഷ്യന് മുൻപിൽ എത്തിപ്പെട്ട ഒരു തടസ്സം മാത്രമായിരുന്നു ഞാൻ. മാസാമാസം കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടി മാത്രം ആ മനുഷ്യൻ എന്നെ സഹിക്കുന്നു എന്ന മട്ട്. അതിനുവേണ്ടി ഞാൻ അവിടെ കാത്തു നിന്നില്ല. എൻ്റേതായതെല്ലാം പെറുക്കി ഞാൻ ആ വീട്ടിൽ നിന്നിറങ്ങി എൻ്റെ വീട്ടിലേക്ക്. അയാൾ അന്വേഷിച്ച് വന്നതേയില്ല. 10 മാസം തികഞ്ഞ് ഞാൻ പ്രസവിച്ചു എൻ്റെ അനീസയെ. അവളെ കാണാൻ അവളുടെ ബാപ്പ ആദ്യമായി എത്തുന്നത് അവൾക്ക് 4 മാസം പ്രായമായപ്പോഴാണ്. എന്നോട് ക്ഷമ പറഞ്ഞു. കഴിഞ്ഞതൊക്കെ മറക്കാൻ പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ആണയിട്ട് പറഞ്ഞു. ഞാനും മോളും അയാളോടൊപ്പം ചെല്ലണമെന്നായി. ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല. അയാൾ പലതവണ വന്നപ്പോഴൊക്കെ കൂടെ ചെല്ലാൻ ആവശ്യപ്പെട്ടു. പെണ്ണിൻ്റെ മനസ്സല്ലേ, ഒടുവിൽ ഇളകുക തന്നെ ചെയ്തു. അനീസയെ മടിയിൽ വെച്ച് കൊഞ്ചിക്കുകയും എന്നോട് സ്നേഹം കാണിക്കുകയും ചെയ്തു. എൻ്റെ ഉമ്മ പറഞ്ഞു, ഒരുത്തൻ നന്നാവൻ ഒരുപാട് സമയമൊന്നും വേണ്ട പെണ്ണേ. അവൻ തെറ്റു മനസ്സിലായിട്ട് വന്ന് ക്ഷമ പറഞ്ഞതല്ലേ. എൻ്റെ മോള് ചെല്ല്. ഞാൻ അനീസയും കൊണ്ടുപോയി തൈക്കാട്ടേക്ക് തന്നെ. അവിടെ മെഹബൂബിൻ്റെ നിക്കാഹ് ആലോചന നടക്കുകയാണ്. കുറച്ച് ദിവസം സ്നേഹമായി കഴിഞ്ഞു. വീണ്ടും പഴയതുപോലെ. എനിക്കും കുഞ്ഞിനും ചെലവിന് തരാൻ മെഹബൂബിന് ബാധ്യതയുണ്ടോ? അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. വാടകയ്ക്ക് ഒരു വീടെടുത്താൽ എൻ്റെ ശമ്പളം കൊണ്ടെങ്കിലും കഴിയാമല്ലോ. വാടകയ്ക്ക് പോയാൽ ഇക്കയ്ക്ക് ലൈസൻസ് കിട്ടിയതുപോലെ ആകും, മെഹബൂബ് പറഞ്ഞു. തമ്മിൽ ഭേദം ഇവിടെ ഉമ്മാടെ അടുത്ത് തന്നെ ഇത്തായും കുഞ്ഞും താമസിക്കുന്നതാണ്. മെഹബൂബ് അങ്ങനെ പറഞ്ഞത് ആ മനുഷ്യന് ഇഷ്ടമായില്ല. ഞാനും മെഹബൂബും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ മാറണ്ടെന്ന് മെഹബൂബ് പറഞ്ഞതെന്നും അയാൾ ആരോപിച്ചു. മെഹബൂബിൻ്റെ നിക്കാഹ് നടന്നു. ഒടുവിൽ മെഹബൂബ് തന്നെ ആദ്യം വീട് മാറി. വാടകയ്ക്ക് തന്നെ. അവൻ്റെ ബീവിയും കൊണ്ട് സ്വന്തം ഇക്കയുടെ അടുത്ത് താമസിക്കാൻ അവന് ഭയമായിരുന്നു. പെൺവിഷയത്തിൽ ആ മനുഷ്യൻ അത്രയ്ക്ക് നീചനാണ്. വഴക്കുണ്ടാക്കിയും തല്ലുകൊണ്ടും ദിവസങ്ങളോളം മാസങ്ങളോളം കണ്ണീരോടെ നീങ്ങി. എൻ്റെ ശമ്പളം അയാൾ കൃത്യമായി വാങ്ങി. കൊടുത്തില്ലെങ്കിൽ അടിക്കുകയായി, അല്ലെങ്കിൽ ബലമായിട്ടെടുക്കും. പണം കയ്യിലില്ലാത്തതിനാൽ പട്ടിണി കിടക്കേണ്ടതായി വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഉമ്മ പറഞ്ഞാൽ ആ മനുഷ്യന് പുല്ലുവിലയാണ്. ഇതിനിടയിൽ എങ്ങനെയോ ഞാൻ വീണ്ടും ഗർഭിണിയായി. അയാളിലെ നന്മ കണ്ടെത്താനും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണ്ടി ഞാൻ അയാളെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തിരുന്നു. പരീക്ഷണാർത്ഥം. അതിൻ്റെ ഫലമാകാൻ ഗർഭം. രണ്ടാമതൊരു കുഞ്ഞ്. ആ പരിതസ്ഥിതിയിൽ ഞാൻ ആഗ്രഹിച്ചതേയില്ല. എന്നിട്ട് സംഭവിച്ചു പോയി. രണ്ടാമത്തെ ഗർഭം. അനീസയുടെ ശാഠ്യങ്ങൾ, ആ മനുഷ്യൻ്റെ ശകാരവും തല്ലും, വീട്ടുജോലിയും ഉദ്യോഗവും എല്ലാം കൂടി എന്നെ നരകത്തിനുള്ളിലേക്ക് തള്ളിയിട്ട പരുവമായി. ഒരപകടത്തിൽപ്പെട്ട് കാലിനൊടിവ് സംഭവിച്ച മെഹബൂബും ബീബിയും വാടക വീട്ടിൽ നിന്ന് തറവാട്ടിലേക്ക് തിരിച്ചു വന്നതോടെ നരകം പൂർത്തിയായി. മെഹബൂബിൻ്റെ ബീവി എന്നോടും കുഞ്ഞിനോടും പോരെടുത്തു. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ സമതിക്ക വീണ്ടും വരാൻ തുടങ്ങി. പഴയതുപോലെ ക്ഷമ പറഞ്ഞു, മാപ്പ് പറഞ്ഞു, ഒക്കെ എന്നെ സ്വാധീനിക്കാൻ നോക്കി. പഴയ അനുഭവം ആവർത്തിക്കാതിരിക്കാനായി ഞാൻ അകന്നു നിന്നു. രജനിയെ പ്രസവിച്ചതോടെ പൂർവാധികം സ്നേഹത്തോടെ അയാൾ വന്നു. എന്നെ കൊണ്ടുപോകാനുള്ള ശ്രമമായി. പോകാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. പ്രത്യേകിച്ചും തറവാട്ടിലേക്ക്. വാടക വീടെടുക്കാമെന്നായി. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വാടക വീട്ടിൽ ചെന്നാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ജോലിക്ക് പോകണ്ടായോ? ഒരു പണിക്കാരിയെ നിർത്താം, അയാൾ പറഞ്ഞു. പണിക്കാരിയോ? അയാളെ വിശ്വസിച്ച് പണിക്കാരിയെ നിർത്താനോ? എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടെന്നോണം അയാൾ പറഞ്ഞു. ഒരു പ്രായമുള്ള സ്ത്രീയെ നിർത്താം, അതുപോരെ?
ഒടുവിൽ ഞാൻ ചിന്തിച്ചു, പോകാം. എനിക്ക് ജനിച്ചത് 2 പെൺകുട്ടികളാണ്. അവർക്ക് അവരുടെ ബാപ്പയുടെ സംരക്ഷണം എന്തുകൊണ്ടും ആവശ്യമാണ്. മറ്റാരും ആശ്രയമില്ലാത്ത എനിക്കും ഒരു പുരുഷന്റെ തുണ ആവശ്യമാണല്ലോ. ആ സ്ഥിതിക്ക് ശല്യക്കാരനാണെങ്കിൽ പോലും ആ മനുഷ്യന്റെ ഒരു സംരക്ഷണം എനിക്കും കുട്ടികൾക്കും ആവശ്യമാണ്. ഞാൻ കുട്ടികളെയും കൊണ്ട് അയാളെടുത്ത വാടക വീട്ടിലേക്ക് പോയി. വാടക ഞാൻ കൊടുക്കേണ്ടതായി വന്നു. ചെലവിന് ഞാൻ തന്നെ ഉണ്ടാക്കണം. മിച്ചം എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അതെങ്ങനെയും മേടിക്കും അയാൾ. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാല് പോലും മേടിക്കാൻ പണമില്ലാതായി. എന്നാലും കണ്ണിൽ ചോരയില്ലാത്ത മട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കും. കൊടുത്തില്ലെങ്കിൽ അടിയും ഇടിയും തൊഴിയും മിച്ചം. കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതോടെ പണിക്കാരിയെ വിട്ടു. വർഷങ്ങൾ, എത്ര വർഷങ്ങൾ. കണ്ണ് നിറയാതെ തലയണ കുതിരാതെ ഒറ്റ ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ നാളുകളിലൊക്കെ കലി കയറുമ്പോഴൊക്കെ അയാൾ നിങ്ങളുടെ പേര് വലിച്ചഴിക്കും. അയാൾ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം എൻ്റെ വയറ്റിൽക്കൊരു തനീസ നിങ്ങളുടേതാണെന്ന് ആരോപിക്കും. പുറത്ത് വെച്ച് നമ്മൾ ബന്ധം തുടരുകയാണത്രേ. അതെ, കരഞ്ഞു. ഞാൻ ആരോ ദിവസം കരഞ്ഞു. അയാൾ പറയുന്നത് കേട്ടിട്ടല്ല, അയാൾ തല്ലുകയും ഇടിക്കുകയും ചെയ്യുന്നത് കൊണ്ടുമല്ല. നിങ്ങളെ ഞാൻ സ്വയം നഷ്ടപ്പെടുത്തിയതിൻ്റെ സങ്കടം അതോർത്താണ് ഞാൻ കരഞ്ഞത്. തറവാട്ടിൽ തന്നെയുള്ള പറമ്പിൽ വീട് വെക്കാനും അവിടെ വന്ന് താമസിക്കാനും പറഞ്ഞത് അയാളുടെ ഉമ്മയാണ്. ഞാൻ ഹൗസിംഗ് ലോണിന് അപ്ലൈ ചെയ്തു. ആ പണം കൊണ്ട് ഒരു ചെറിയ വീട് വെക്കുക, വാടകയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. മാത്രമല്ല ഒറ്റയ്ക്ക് വാടക വീട്ടിലല്ലേ ഞങ്ങൾ. അയാൾ ദേഹോപദ്രവം ചെയ്യുമ്പോൾ അടുത്ത് താമസിക്കുന്ന ഉമ്മയും മെഹബൂബും ഒക്കെ ഓടി വന്ന് തടസ്സം നിൽക്കുകയെങ്കിലും ചെയ്യുമല്ലോ എന്ന് കരുതി ഹൗസിംഗ് ലോൺ പാസ്സായി. ആ തുക എസ്റ്റിമേറ്റ് തുകയുടെ പകുതി പോലും ഇല്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കാമെന്ന് അയാൾ പറഞ്ഞു. അയാളുടെ പേരിൽ ഞാൻ ജാമ്യം നിന്നു. വീട് പണിയാൻ അയാൾക്കും താല്പര്യമായിരുന്നു. ഉത്സാഹിച്ച് ഓടി നടന്നു. കുറേ കല്ലിറക്കുകയും തറ കെട്ടിക്കുകയും ചെയ്തു. ഹൗസിംഗ് ലോൺ പാസ്സായ തുകയും സഹകരണ ബാങ്കിൽ നിന്ന് എടുത്ത തുകയും അയാൾ ബാങ്കിൽ നിക്ഷേപിച്ചു. ആവശ്യാനുസരണം എടുക്കാമല്ലോ. 3 വർഷമായിട്ടും വീട് പണി തുടർന്ന് നടന്നില്ല. ഒരിക്കൽ ബാങ്കിൽ നിന്ന് ഞാൻ അറിഞ്ഞു, അക്കൗണ്ടിൽ ചില്ലി പൈസയില്ല. പണം എവിടെയെന്ന് ഞാൻ ചോദിച്ചു. അന്ന് എനിക്കേറ്റ മർദ്ദനം. 2 ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ആ ഇടയ്ക്ക് എൻ്റെ ഉമ്മ മരിച്ചു. അപകടം ആണെന്നറിഞ്ഞിട്ടും മറ്റാരും ആശ്രയമില്ലായിരുന്ന എൻ്റെ അനുജത്തി ജമീലെ ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോരേണ്ടതായി വന്നു. ഒരു രാത്രിയിൽ അയാൾ ജമീലെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അനീസയ്ക്ക് 8 വയസ്സുണ്ട്. അവളാണ് ആദ്യം കരഞ്ഞത്. വർഷങ്ങളായിട്ട് അയാളുടെ എല്ലാ തരത്തിലുള്ള ശല്യങ്ങളും പുരുഷന്റെ തണലിനും ആശ്രയത്തിനും വേണ്ടി സഹിച്ച ഞാൻ അന്ന് അയാളെ തിരിച്ചടിച്ചു. ഉന്തിത്തള്ളി പുറത്താക്കി വാതിലടച്ചു. എങ്കിലും ഞാൻ പശ്ചാത്തപിച്ചു. എന്നിലെ പാവം സ്ത്രീ അന്ന് സങ്കടപ്പെട്ടു. അയാൾ പുരുഷനല്ലേ, എന്നെ നിക്കാഹ് ചെയ്ത ആൾ, എൻ്റെ 2 മക്കളുടെ ബാപ്പ. ഞാൻ ചെയ്തത് ശരിയാണോ? ഇനി വരുമ്പോൾ മാപ്പ് ചോദിക്കണം. അങ്ങനെ തന്നെ ഞാൻ കരുതിയിരുന്നു. ഒരു വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഞാൻ വരുമ്പോൾ ജമീലയും അനീസയും ആകെ പരിഭ്രാന്തിയോടെ നിൽക്കുന്നു. ഒന്നും അറിയാത്ത രചന മുറ്റത്ത് കളിക്കുന്നു. ജമീലയാണ് എന്നോട് പറഞ്ഞത്, അയാൾ എൻ്റെ ഭർത്താവ് ഏതോ ഒരു സ്ത്രീയെയും കൊണ്ടുവന്നിരിക്കുന്നു. ജമീലയും സ്വന്തം മക്കളെയും പുറത്താക്കിയിട്ട് ഇരുവരും അകത്ത് കയറി വാതിലടച്ചിരിക്കുന്നു. എൻ്റെ സിരകളിൽ അയാളോടുള്ള വെറുപ്പ് മാത്രം പതഞ്ഞൊഴുകിയ ആദ്യ നിമിഷം. അതോടൊപ്പം അറപ്പും ജനിച്ചു. മുറ്റത്ത് കോടാലി ഉണ്ടായിരുന്നു. അത് കയ്യിലെടുത്ത് ഞാൻ ആ വാതിൽ ആഞ്ഞു വെട്ടി. എൻ്റെ ജീവിതത്തിൻ്റെ പുതിയ പാത വെട്ടിത്തുറന്ന ദിവസമായിരുന്നു അത്. കോടാലി കൊണ്ട് ഞാൻ 2-3 തവണ വെട്ടിക്കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. ഞാൻ കിടന്നുറങ്ങുന്ന മുറി, ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും അനുജത്തിയെയും ഒപ്പം കിടത്തിയിരുന്ന കട്ടിൽ, അവിടെ ഒരു അന്യ സ്ത്രീയെയും കൊണ്ടയാൾ ചേക്കേറിയിരിക്കുന്നു. ഞാൻ ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. കുറേ നാൾ അവിടെ പണിക്ക് നിന്നിരുന്ന സ്ത്രീയുടെ യുവതിയായ മകൾ. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ പുറത്തായിരുന്നു ആ സ്ത്രീയുടെ വരവ്. ഞാനതറിഞ്ഞില്ല. ധാർഷ്ട്യത്തോടെ പക പോക്കുന്ന സുഖം അയാളുടെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. അവകാശം പോലെ പിന്നിൽ അവളും. ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ആ തീരുമാനം എടുത്തു. ഒന്നുകൂടി ആലോചിക്കാൻ സാവകാശം എടുത്തതേയില്ല. മക്കളെ പിടിച്ചിറങ്ങി. ജമീലയും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ 1-2 ബാഗിലും സഞ്ചിയിലുമാക്കി ഞങ്ങൾ പടിയിറങ്ങി. അതെ, 12 വർഷം മുമ്പ് പടിയിറങ്ങി. ഒരു പുരുഷന്റെ തണലിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഇതിലധികം സഹിക്കേണ്ടതില്ലെന്ന് അന്ന് ഞാൻ തീർച്ചയാക്കി. പുരുഷന്റെ സംരക്ഷണമില്ലാതെ സ്ത്രീക്ക് വളരാനാവുമോ? അതെന്നറിയണമല്ലോ. ഞാനൊരു വാടക വീട് കണ്ടെത്തി. അവിടെ ഞാൻ അനുജത്തിയെയും മക്കളെയും കൂട്ടി താമസിച്ചു. സമാധാനവും സൗര്യവും മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ അയാൾ അവിടെ എത്തി. ഇളയവളായ രചനയ്ക്ക് പലഹാരവുമായി ഒരു ദിവസം അയാൾ വന്നു. അനീസയെ എന്നും അയാൾ അകറ്റി നിർത്തിയിരുന്നു. നിങ്ങളുടെ പേര് പറഞ്ഞ്
ഒരു വൈകുന്നേരം തന്നെയായിരുന്നു അതും. ഓഫീസിൽ നിന്ന് ഞാൻ വരുമ്പോൾ രചന പലഹാരം തിന്നുന്നു. അയാളുടെ മടിയിലായിരുന്നു. എനിക്ക് കലി കൊണ്ടു. ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥ. പലഹാരം തട്ടിയെറിഞ്ഞ് രചനയെ പിടിച്ചു മാറ്റി നിർത്തി ഞാൻ അവൾക്കിട്ട് ആഞ്ഞടിച്ചു. എന്തിനാടി എൻ്റെ കുഞ്ഞിനെ കൊല്ലുന്നത്? അയാൾ ചോദിച്ചു. ഞാൻ അകത്തേക്ക് പാഞ്ഞു. വെട്ടുകത്തിയുമായി തിരിച്ചു വന്നു. അത് ഓങ്ങി ഞാൻ അടുത്ത് ചെന്നു. ഇറങ്ങടാ വെളിയിൽ, ഞാൻ അലറി. ഉമ്മ ചീത്തയാ. പലഹാരം വലിച്ചെറിഞ്ഞതിൻ്റെ ദേഷ്യത്തിലോ സ്വന്തം ബാപ്പയ്ക്ക് നേരെ വെട്ടുകത്തി ഓങ്ങിയത് കണ്ടിട്ടോ എന്തോ മറ്റൊന്നും അറിയാൻ പ്രായമായിട്ടില്ലാത്ത കുഞ്ഞു രചന അന്ന് എൻ്റെ നേരെ വിരൽ ചൂണ്ടി. ഇന്നും അവൾക്കറിയില്ല സത്യങ്ങൾ ഒന്നും. പക്ഷേ അനീസയ്ക്കറിയാം. എല്ലാ സത്യങ്ങളും അവൾക്കറിയാം. എല്ലാം അവൾക്ക് ഓർമ്മയുണ്ട്. എന്നിട്ടും അവൾ പോയിരിക്കുന്നു അയാളുടെ മുന്നിലേക്ക്. ആസിയയുടെ മുഖം വല്ലാതെ വിജംഭിച്ചു. വല്ലാതെ അവർ കിതച്ചു. പിന്നീട് അയാൾ വന്നിട്ടില്ലേ? വഹാബ് ചോദിച്ചു. വരാതിരിക്കുമോ? ഒട്ടും നാണമില്ലാത്ത മനുഷ്യൻ. പണത്തിന് വേണ്ടി എന്തും ചെയ്തു കൂട്ടുന്നവൻ. ക്ഷമിക്കണമെന്നും തെറ്റുപറ്റിപ്പോയെന്നും മാപ്പാക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് പലതവണ വന്നു. പലതവണ എനിക്ക് പറ്റിയ തെറ്റ് ഇനി ആവർത്തിക്കാൻ പാടില്ലെന്ന വാശിയിലായിരുന്നു ഞാൻ. വരുന്ന ഓരോ തവണയും വെട്ടുകത്തി എടുത്തപ്പോൾ മനസ്സിലായി പഴയ പോലൊന്നും എന്നെ പാട്ടിലാക്കാനാവില്ലെന്ന്. പിന്നെ ഞാൻ അറിഞ്ഞു ആ വാടക വീട്ടിൽ അന്ന് കണ്ട സ്ത്രീയുമായി അയാൾ താമസം ആരംഭിച്ചു എന്ന്. എനിക്ക് നഷ്ടബോധമോ സങ്കടമോ ഉണ്ടായതേയില്ല. എന്നെ നേരിട്ടിരുന്നത് അതിലും വലിയ നീറുന്ന പ്രശ്നങ്ങളാണ്. അയാൾ ഉണ്ടാക്കിയ കടം എനിക്ക് ചുറ്റും വായും പിളർന്നു നിൽക്കുകയാണ്. എൻ്റെ പേരും പറഞ്ഞ് അയാൾ വാങ്ങിക്കൂട്ടുന്ന കടങ്ങൾക്കും ഉത്തരവാദി ഞാനായിരുന്നു. കടം കൊടുത്തവർ എൻ്റെ മുമ്പിൽ കൈയും നീട്ടി വന്നു. ചീത്ത പറഞ്ഞു. ഒടുവിൽ അവരെ ഓടിക്കാനും വെട്ടുകത്തി എടുക്കേണ്ടി വന്നു എനിക്ക്. 10 പൈസ കയ്യിലില്ല. ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത വിധം തകർച്ച. എല്ലാറ്റിനും ഉപരി കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന അനിയത്തി ജമീല. സുബൈദയാണ് എനിക്കന്ന് സാമുവൽ ജോർജിനെ പരിചയപ്പെടുത്തി തന്നത്. അന്ന് സുബൈദ ക്ലാർക്കായിരുന്നു. എന്നെ അറിയാം. എൻ്റെ കഥകൾ അറിയാം. കഥകൾ അറിഞ്ഞതുകൊണ്ട് തന്നെ സുബൈദ എനിക്കൊരു വഴികാട്ടി തന്നതാണ്. ഭർത്താവിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് സാമുവൽ ജോർജിനെ പരിചയപ്പെടുത്തി തരികയായിരുന്നു. അയാൾക്ക് വേണ്ടത് ധൈര്യവും തൻ്റെയിടവും വിശ്വസ്തതയുള്ള ഒരാണിനെയായിരുന്നു. രാത്രിയിലായിരിക്കും ജോലി. ധൈര്യവും തൻ്റെയിടവും വിശ്വസ്തതയും എനിക്കുണ്ട്, ഞാൻ ഉറപ്പായി പറഞ്ഞു. മാന്യമായിട്ട് നിങ്ങൾ എന്നോട് പെരുമാറുമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഞാൻ വന്ന് ജോലി ചെയ്യും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. സുബൈദയും ഭർത്താവും എൻ്റെ കഥ പറഞ്ഞിരുന്നതിനാൽ അയാൾക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല. 1 മാസം നോക്കാമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ടും പോകാൻ അയാൾ പറഞ്ഞില്ല. എന്നു മാത്രമല്ല, ഞാൻ തന്നെ തുടർന്ന് ചെയ്യാനായിരുന്നു സാമുവൽ ജോർജിൻ്റെ നിർദ്ദേശം. ഞാൻ പണി തുടങ്ങി. അബ്ദുൽ സമദ് എനിക്ക് ചുറ്റും തീർത്ത ഒടങ്ങാത്ത കടക്കണിയിൽ നിന്ന് മോചനം, ജമീലയുടെ നിക്കാഹ്, എൻ്റെ മക്കൾക്ക് നല്ല ഭക്ഷണം, ഡ്രസ്സ്, ഈ വീട് എല്ലാം ഉണ്ടാക്കിയത് സാമുവൽ ജോർജിൻ്റെ പണം കൊണ്ടാണ്. ഓഫീസിൽ നിന്ന് എല്ലാ മാസം അവസാനവും തീരെ കുറച്ചേ നെറ്റ് സാലറി ഉള്ളൂ. വീട് വെച്ചില്ല എങ്കിലും അതിനായി എടുത്ത ലോൺ. ഓരോ കാരണങ്ങൾ പറഞ്ഞ് അയാൾ എന്നെ ജാമ്യം നിർത്തി പല ബാങ്കുകളിൽ നിന്ന് ലോണുകൾ എടുത്തിട്ടുണ്ട്. അയാൾ പണം തിരിച്ചടക്കില്ലല്ലോ. എല്ലാം എൻ്റെ ഓഫീസിലെത്തും സാലറി കട്ടിങ്ങിനും. അന്നു മാത്രമല്ല ഇന്നും ഇത്രയും വർഷത്തിന് ശേഷവും തുടരുന്നു. കാലാവധി കഴിഞ്ഞ് കോടതി വിധിയൊക്കെയായി തുക വരുന്നു. ഞാനത് അടയ്ക്കേണ്ടതായി വരുന്നു. എന്നിട്ടും ബുദ്ധിമുട്ടുകൾ അറിയാതെ ഞാൻ മുൻപോട്ട് പോയത് സാമുവൽ ജോർജ് തരുന്ന പണം കൊണ്ടാണ്. പലരും എന്നെക്കുറിച്ച് പലതും പറഞ്ഞു. ഭർത്താവില്ലാത്ത ജീവിതം, അസമയത്തുള്ള വരവ്, ഈ വീടിൻ്റെ വാതുക്കലും പണ്ട് തട്ടും മുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്നെ മാത്രം ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്നും ഇന്നും എൻ്റെ ജീവിതം. ആരോടും എതിർക്കാൻ പോയില്ല, ആരെയും ബോധ്യപ്പെടുത്താനും പോയില്ല. ഞാൻ എവിടെ, എന്തിനു പോകുന്നു, എന്തുകൊണ്ട് വൈകുന്നു, എല്ലാം അനീസയ്ക്ക് അറിയാമായിരുന്നു. രചനയ്ക്ക് അറിയില്ല. എല്ലാം അറിഞ്ഞിരുന്നിട്ടും അവൾ എന്നെ വഞ്ചിച്ചു. ഞാൻ ഇറക്കി വിട്ടു എന്ന്. എന്നിട്ട് അയാളെ തേടി പോയിരിക്കുന്നു. സ്നേഹം വാരിക്കോരി ചൊരിയുന്ന കാമുകൻ്റെ വാക്കുകൾക്ക് ഒരുപാട് കാന്തിക ശക്തി ഉണ്ടല്ലേ. ആസ്യ നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചു. ആ കാന്തിക ശക്തിക്ക് അടിമപ്പെട്ടാണ് അവൾ എന്നെ തള്ളിപ്പറഞ്ഞ് കാമുകനോടൊപ്പം പോകാനിരുന്നത് അല്ലേ? ഞാനതറിയുന്നു. 21 വർഷമായിട്ട് ആ കാന്തിക വലയത്തിലായിരുന്നു ഞാനും. വഹാബ് ഒന്ന് നിവർന്നിരുന്നു പോയി. ഭർത്തൃമതിയായ ഞാൻ മറ്റൊരുവൻ്റെ മുഖം മനസ്സിൽ ധ്യാനിക്കുന്ന തെറ്റാണ്, അറിയാം. പക്ഷേ അയാളോട് എത്രയേറെ ഞാൻ വെറുപ്പ് പ്രകടിപ്പിക്കുന്നുവോ അത്രയേറെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോവുകയായിരുന്നു. മനസ്സുകൊണ്ടുള്ള വ്യഭിചാരം തെറ്റായിരിക്കാം. തെറ്റാണെങ്കിൽ ശിക്ഷയും ഞാൻ അർഹിക്കുന്നു. ഉറച്ച സ്വരത്തിൽ ആസി തുടർന്നു. ഇന്നോളം ഒറ്റ പുരുഷനെ എന്നെ സ്പർശിച്ചിട്ടുള്ളൂ, അയാൾ. പിന്നീട്
ആർക്കും ഞാൻ അവസരം കൊടുത്തിട്ടില്ല. പുരുഷ സ്പർശനം വേണ്ട എന്ന് തോന്നിയിട്ടില്ല. പാതിവൃത്യം ഒരു വലിയ പ്രതിഭാസമായി തോന്നിയിട്ടുമില്ല. എൻ്റെ മക്കളെ ഓർത്തിട്ട്, വളർന്നു വരുന്ന എൻ്റെ പെൺമക്കളെ ഓർത്തിട്ട് എനിക്ക് അവരെ ശാസിക്കണം. തെറ്റ് കണ്ടാൽ ശക്തമായി പ്രതികരിക്കണം. അപ്പോൾ ഉമ്മയുടെ നേരെ വിരൽ ചൂണ്ടാൻ അവർക്കിടയാകരുത്. അതിനുവേണ്ടി. വഹാബ് കുറ്റബോധത്തോടെ ആസിയെ നോക്കി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. കണ്ട നാൾ മുതൽ കുത്തി കുത്തി താൻ അവരെ വേദനിപ്പിച്ചു. പലതരത്തിലും ക്ഷമിക്കാമായിരുന്ന പലതും താൻ ഊതി വീർപ്പിച്ച് പെരുപ്പി. ഞാൻ മാപ്പ് ചോദിക്കുന്നു ആസിയ. വഹാബ് എഴുന്നേറ്റു. എന്തിനെന്ന ഭാവത്തിൽ ആസിയ ബീവി നോക്കി. തെറ്റിദ്ധരിച്ചതിൽ, ഒരുപാട് വേദനിപ്പിച്ചതിൽ. അതെ, എനിക്കേ ചെയ്യാനുള്ളൂ ഇനി. 5 or 8 മാസത്തെ വേദന മാത്രം. പക്ഷേ 21 വർഷമായി ഞാൻ നിങ്ങൾക്ക് തന്ന വേദന. അതിന് ഞാൻ എങ്ങനെ എല്ലാം ക്ഷമ ചോദിക്കണം? എന്ത് ചെയ്താൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരും? ആസിയ വേദനയോട് ചോദിച്ചു. എന്നോട് ക്ഷമ ചോദിച്ചതായി ഞാൻ കണക്കാക്കുന്നു ആസിയ. ഞാൻ മാപ്പ് തന്നതായി ആസിയയും കരുതിക്കോളൂ. ആസിയയുടെ മിഴികൾ ഒന്ന് തിളങ്ങി. വഹാബ് പോകാൻ തിരിഞ്ഞു. എന്നിട്ട് ഒരു നിമിഷം ഒന്ന് തർക്കിച്ചു നിന്നു. പിന്നെ ആസിയയുടെ നേർക്ക് നോക്കി. ഒരു കാര്യം പറഞ്ഞാൽ അയാൾ നിർത്തി. എന്താണ്? അവർ ചോദിച്ചു. അനീസ ഇനി വേണ്ട. പെട്ടെന്ന് അതുവരെ കണ്ട ദൈന്യഭാവം മാറി. നിമിഷം കൊണ്ടവർ ഗൗരവം വീണ്ടെടുത്തു. പഴയ ആസിയായി. അവളുടെ പേര് പോലും പറയണ്ട. അല്ല, അത് പിന്നെ അവൾ അവിടെ തന്നെ കഴിഞ്ഞാൽ? അവിടെ കഴിയാനാണവൾ പോയത്. പക്ഷേ തൻ്റെ മകളല്ല അവളെന്ന് വിശ്വസിക്കുന്ന ഒരുവനോടൊപ്പം പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി നിന്നാൽ? വഹാബ് ആശങ്കയോടെ നോക്കി. പ്രത്യേകിച്ച് പല സ്ത്രീകളിൽ കൈവച്ച് നടക്കുന്ന ഒരുവൻ. അയാൾ 1,00,000 സ്ത്രീകളെ കൈവച്ചാലും അവളെ തൊടില്ല. ഐ ആം ഷുവർ, ആസിയ പറഞ്ഞു. കാരണം അയാൾ നാവുകൊണ്ട് എത്ര തള്ളി പറഞ്ഞാലും ഒരിക്കലും മനസ്സുകൊണ്ട് തള്ളുകയില്ല. അയാൾക്കറിയാം അവളുടെ സൃഷ്ടാവ് അയാൾ തന്നെയാണെന്ന്. വഹാബ് മനസ്സിലാകാത്ത ഭാവത്തിൽ നോക്കി. പട്ടുറുമാൽ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്